സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ഓൺലൈനായി ചേരും. മുഖ്യമന്ത്രി വിദേശത്തായതുകൊണ്ടാണ് യോഗം ഓൺലൈനിൽ ചേരുന്നത്. രാവിലെ 9:30 മന്ത്രിസഭാ യോഗം. മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നില്ല. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ മന്ത്രിസഭാ യോഗം ഓൺലൈനായിട്ടാണ് ചേരുന്നത്. സിംഗപ്പൂരിലാണ് കുടുംബസമേതം മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലാണ്. അതുകൊണ്ട് സിംഗപ്പൂരിൽ നിന്നും രാവിലെ 9:30 അദ്ദേഹം ഓൺലൈനായി മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. കാരണം പെരുമാറ്റച്ചട്ടം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. അത് ജൂൺ 4-ന് വോട്ട് എണ്ണുന്ന ദിവസം വരെ പെരുമാറ്റച്ചട്ടമുണ്ട്. അതുകൊണ്ട് നയപരമായ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിയില്ല. പക്ഷേ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം, തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ പെട്ടെന്ന് വെട്ടിച്ചുരുക്കിയ നിയമസഭാ സമ്മേളനം വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. ആ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന തീയതി ഗവർണർക്ക് ശുപാർശ ചെയ്യാനുള്ള ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അനാരോഗ്യം മൂലം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ ഓൺലൈൻ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. മറ്റ് വിവിധ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ധനപരമായ പ്രതിസന്ധികൾ നിരവധിയുണ്ട്. KSRTCക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത വിഷയമുണ്ട്. സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്ത വിഷയമുണ്ട്. മിൽമയിലുണ്ടായിരുന്ന പ്രതിസന്ധി ഇന്നലെ ചർച്ച ചെയ്ത് പരിഹരിച്ചുവെങ്കിലും അവിടെയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ വകുപ്പുകളിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഗതാഗത വകുപ്പിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗതാഗത മന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. വിനോദ, സാമ്പത്തിക മേഖലയാകട്ടെ ഗതാഗത വകുപ്പാകട്ടെ എല്ലാം താളം തെറ്റിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഏറെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭ തന്നെയാണ്. ഇതിൽ മുഖ്യമന്ത്രി ഓൺലൈനായിട്ടാണ് ചേരുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ടൂറ് പൊതുജനങ്ങളുടെ ഇടയിൽ പോലും വലിയൊരു സംസാര വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ ചേരുന്ന ഒരു മന്ത്രിസഭ കൂടെയാണിത്. തീർച്ചയായും അങ്ങനെ തന്നെ നമ്മൾ കാണണം. സാമ്പത്തികമായി വളരെ പരാധീനതകൾ നേരിടുന്ന, സാമ്പത്തികപരമായി വളരെ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് വിദേശത്ത് പോയിട്ടുള്ളത്. അദ്ദേഹം 22-ാം തീയതി മാത്രമേ മടങ്ങിയെത്തുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച പോലും മന്ത്രിസഭാ യോഗം കൂടാൻ കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, എല്ലാ ബുധനാഴ്ചയുമാണ് ക്യാബിനറ്റ് യോഗം കൂടുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച കൂടാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര കാരണമാണ് അത് മാറ്റിവെച്ചത്. അങ്ങനെ മാറ്റിവെച്ച മന്ത്രിസഭാ യോഗമാണ് ഇന്ന് വീണ്ടും ഓൺലൈനായി കൂടാൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചപ്പെട്ടതല്ല. KSRTCയിലടക്കം ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യം, അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ക്ഷേമ പെൻഷനും കൃത്യമായി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം വിഷയങ്ങളെല്ലാം ഉണ്ട്. വൈദ്യുതി മേഖലയിലും പ്രതിസന്ധി വളരെ രൂക്ഷമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് വേനൽ മഴ പെയ്തതുകൊണ്ട് അത്തരത്തിലുള്ള വൈദ്യുതി വകുപ്പിലെ പ്രതിസന്ധിക്ക് നേരിയ പരിഹാരമുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയിട്ടുള്ളത്. അത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും പാർട്ടി സെക്രട്ടറിയും പാർട്ടിയും ഒക്കെ ഇതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയ വിദേശയാത്ര അത്ര ഭൂഷണമായിരുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ അതാരും പരസ്യമായിട്ടോ പാർട്ടി യോഗത്തിലോ പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്നത്തെ ഓൺലൈൻ യോഗത്തിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, അതേപോലെ തന്നെ നിയമസഭയുടെ അടുത്ത സമ്മേളനം, അതിൻ്റെ തീയതി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്.